എൻ്റെ പേര് ഡോക്ടർ സനേഷ്. അപ്പോൾ നമ്മൾ ഒബിസിറ്റി സീരീസിൽ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും സംസാരിക്കാൻ പോകുന്നത് ഹാർട്ട് അറ്റാക്കും കൊളസ്ട്രോളും നമുക്ക് ഫിഷ് ഓയിൽ കൊണ്ട് കുറയ്ക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് അറ്റാക്കിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ടാണ് കണക്കാക്കുന്നത്. മറ്റ് പല പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ടെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം കൊളസ്ട്രോളാണ്. അപ്പോൾ കൊളസ്ട്രോൾ കുറയ്ക്കാൻ ധാരാളം വഴികളുണ്ട്. മെഡിസിൻസ് കഴിക്കുന്നതിന് പുറമേ പല വഴികളുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫിഷ് ഓയിൽ. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ മലയാളികൾ ധാരാളം ഫിഷ് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഈ ഫിഷ് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ഹാർട്ടിനും കൊളസ്ട്രോളിനും ഗുണപ്രദമാകുമോ? ഇതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഫിഷ് ഓയിലിൽ ഉള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റിനെ പറ്റിയാണ്. അപ്പോൾ ഫിഷ് ഓയിലിൽ ധാരാളമായി കാണുന്ന ഒരു തരത്തിലുള്ള ഫാറ്റി ആസിഡാണ് ഒമേഗ 3. ഈ ഒമേഗ 3 എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മുടെ ബോഡിയിലുള്ള ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം കൊളസ്ട്രോളിൻ്റെ അളവ് ഗണ്യമായിട്ട് കുറയ്ക്കും. അതിലൂടെ അത് ബോഡിയിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും അത് നമ്മുടെ ഹാർട്ട് അറ്റാക്കിനുള്ള ചാൻസ് കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന ഒരാൾക്ക് ഫിഷ് ഓയിൽ മാത്രം കഴിച്ചതുകൊണ്ട് കൊളസ്ട്രോൾ കംപ്ലീറ്റ് ആയിട്ട് മാറി ഹാർട്ട് അറ്റാക്ക് വരില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നമ്മൾ മറ്റ് പല കാര്യങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ മെഡിസിൻസ് കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഫിഷ് ഓയിൽ കഴിച്ചാൽ തീർച്ചയായിട്ടും അതൊരു ബെനിഫിറ്റ് ആകുമെന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. അതേപോലെ തന്നെ ഇതുവരെ ഹാർട്ട് അറ്റാക്ക് ഒന്നും വരാതെ എന്നാൽ നമ്മൾക്ക് കൊളസ്ട്രോൾ കുറച്ച് കൂടുതലുള്ള ഒരാൾക്കാർ നമുക്ക് ഫിഷ് ഓയിൽ നമ്മുടെ അല്ലെങ്കിൽ ഫിഷ്, മീൻ അതേപോലെ തന്നെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ തീർച്ചയായും അത് നിങ്ങളുടെ ജനറൽ ഹെൽത്തിന് ഹെൽപ്പ് ചെയ്യും എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏത് ഫിഷ് കഴിക്കാമെന്നുള്ളതാണ് എല്ലാവരും അടുത്തതായിട്ട് നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം നമ്മുടെ നാട്ടിൽ ഏറ്റവും സുലഭമായി ലഭിക്കുന്നതും അതേപോലെ അത്ര വിലയില്ലാത്തതും, ഇപ്പോൾ വില കൂടി കാണും എന്നാലും അത്ര വിലയില്ലാത്തതുമായ മത്തി പോലെയുള്ള ചെറിയ മീനുകളിൽ ധാരാളമായിട്ട് ഫിഷ് ഓയിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡ് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കുകയും നിങ്ങൾക്കുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്ക് അതുപോലെയുള്ള ഇൻഫ്ലമേഷൻ പോലെയുള്ള കാര്യങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. അപ്പം ഈ ഫിഷ് ഓയിൽ നമുക്കല്ലാതെയും കിട്ടാറുണ്ട്. നമുക്ക് ഫിഷ് ഓയിൽ ക്യാപ്സ്യൂൾസ് കിട്ടാറുണ്ട്. മിക്കവാറുമുള്ള ആൾക്കാർ പുറത്തു നിന്നൊക്കെ വരുമ്പോൾ ഫിഷ് ഓയിൽ ക്യാപ്സ്യൂൾ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതാണോ നല്ലത്, അതോ ഫിഷ് ഓയിൽ നമുക്ക് ഫിഷിൽ നിന്ന് കിട്ടുന്നതാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിപ്പെൻസ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. നമുക്ക് എപ്പോഴും ഒരു ഹോൾ ഫുഡ്, അതായത് ഒരു നാച്ചുറലി ലഭിക്കുന്ന ഫുഡിൽ നിന്ന് ലഭിക്കുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡ് ഫിഷിൽ നിന്ന് ലഭിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് മിനറൽസും മറ്റ് വിറ്റമിനുകളും നമുക്ക് ഫിഷിൽ നിന്ന് കിട്ടാറുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് കഴിക്കാൻ പറ്റുന്നിടത്തോളം നമ്മൾ നാച്ചുറലി, അതായത് പ്രകൃതിയിൽ അതേപോലെ ലഭിക്കുന്ന ഫിഷ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ഫിഷ് ഓയിൽ ഉപയോഗിക്കുന്നതിൽ തെറ്റുമില്ല. അപ്പോൾ അതാണ് നമുക്ക് ഫിഷിനെ പറ്റി പറയാനുള്ളത്. പിന്നീട് വളരെ വലിയ വില കൂടിയ മത്സ്യങ്ങൾ ഉപയോഗിക്കണം എന്നില്ല. അവയിൽ ധാരാളം ഫാറ്റ് ഉണ്ട്, അവയിൽ ഒമേഗ 3 ആസിഡ് ഉണ്ട്. പക്ഷേ നമുക്ക് നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന സാധാരണ ലഭിക്കുന്ന മത്തി, അയല അതുപോലെയുള്ള ഫുഡുകളിൽ അതുപോലെയുള്ള മീനുകളിൽ നിന്ന് ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡ് നമുക്ക് ലഭിക്കുകയും അത് നമ്മുടെ ജനറലുള്ള ആരോഗ്യത്തിന് സഹായിക്കുകയും ചെയ്യും. പക്ഷേ ഫിഷ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കുക്കിംഗ്, അതായത് നമ്മുടെ പാചക രീതി വളരെയധികം അതിനകത്തുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡിനെയും ഏതൊരു ഹെൽത്തി ഫുഡിനെയും നമുക്ക് അൺഹെൽത്തി ഫുഡാക്കി മാറ്റുവാനും സാധിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ ഫിഷ് എടുത്തിട്ട് നല്ലതുപോലെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ലതുപോലെ വറുത്ത് കഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ ഫിഷ് ഓയിലിൽ നിന്ന് ലഭിക്കുന്ന ഒരു പരിമിതമായ ആരോഗ്യ ബെനിഫിറ്റ് നമ്മൾ ഈ അധികമായ ഓയിൽ ചേർത്ത് പുറത്തു നിന്നുള്ള ഇപ്പോൾ വെളിച്ചെണ്ണയോ പാം ഓയിലോ സൂര്യകാന്തി എണ്ണയോ അങ്ങനത്തെയുള്ള ഏതെങ്കിലും എണ്ണ ഉപയോഗിച്ച് വളരെയധികം ചൂടിൽ നമ്മൾ വറക്കുന്നത് മൂലം അതിൽ നിന്ന് ലഭിക്കുന്ന ആരോഗ്യ ബെനിഫിറ്റ് നമുക്ക് കുറവായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഈ ഫിഷ് നമ്മൾ കുക്ക് ചെയ്യും എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ വളരെ മിതമായ തോതിൽ നമ്മൾ ഒന്ന് പാനിലൊന്ന് സ്പ്രേ ചെയ്ത് മാത്രം ഈ എണ്ണകൾ ഉപയോഗിച്ച് അതിൽ ഫിഷ് നമ്മൾ പാചകം ചെയ്ത് കഴിച്ചാൽ തീർച്ചയായിട്ടും ഏറ്റവും നല്ല ബെനിഫിറ്റ് നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ഒരു ആരോഗ്യ രീതിയും നമ്മുടെ ഒരു ഭക്ഷണക്രമവും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള
മാക്സിമം ന്യൂട്രിയൻസ് നമുക്ക് ലഭിക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ. അപ്പോൾ അതിന് പുഴുങ്ങിയും അതുപോലെ തന്നെ കറി വെച്ചും കൂടുതൽ എണ്ണ ഉപയോഗിക്കാതെയും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗ്രില്ല് ചെയ്താൽ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫിഷിൽ നിന്നുള്ള മാക്സിമം ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കും. അപ്പം നമ്മൾ കഴിക്കുന്ന ഏതൊരു ഭക്ഷണവും നമ്മുടെ ഭക്ഷണ രീതിയിലെ പാചക രീതിയിലെ വ്യത്യാസം കൊണ്ട് അതിലടങ്ങിയിരിക്കുന്ന ഗുണങ്ങൾ പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഫിഷ് ധാരാളമായിട്ട് കഴിക്കാം. അതിൽ നിന്നുണ്ടാകുന്ന ഒമേഗ 3 ആസിഡ്, ഫാറ്റി ആസിഡ് നിങ്ങളുടെ ഹൃദയത്തിനും നിങ്ങളുടെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നതിനും വളരെയധികം നല്ലതായിരിക്കും. അപ്പോൾ ഇതൊരു ഉപയോഗപ്രദമായ വീഡിയോ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വെളിച്ചെണ്ണയെ പറ്റി സംസാരിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.